ചോദിച്ചത് നിങ്ങൾ ദൈവത്തെ പോലും വെറുതെ വിട്ടില്ല എന്നാണ് കോടതി ഒരു വാക്കാൽ പരാമർശിച്ചത്. അതായത് ശബരിമലയിൽ നടന്നത് ഒരു വലിയ ക്രമക്കേടാണ് എന്ന് വിലയിരുത്തിക്കൊണ്ടാണ് ദൈവത്തെ പോലും വെറുതെ വിടാത്ത രീതിയിലുള്ള ഒരു ക്രമക്കേട് അവിടെ നടന്നു എന്ന് സുപ്രീം കോടതി തന്നെ വിലയിരുത്തിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നിന്നുള്ള തനിക്കെതിരായ പരാമർശങ്ങൾ നീക്കണം എന്നതായിരുന്നു ശങ്കർദാസിന്റെ ഹർജിയിലെ ആവശ്യം. അന്ന് നേരത്തെ എൻ വാസുവിന്റെ അടക്കം ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള വിധി പ്രസ്താവത്തിലാണ് അന്ന് ഹൈക്കോടതി കെ പി ശങ്കർദാസിനെതിരെ പരാമർശം നടത്തിയിരുന്നത്. ശങ്കർദാസിനെ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല എന്നതടക്കമാണ് കോടതി ചോദിച്ചിരുന്നത്. ആ പരാമർശങ്ങൾ നീക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതിയിലേക്ക് ശങ്കർദാസ് വന്നത്. ആ പരാമർശങ്ങൾ നീക്കുന്നില്ല എന്ന് മാത്രമല്ല, സ്വർണ്ണക്കള്ള കേസ് ഒരു വലിയ ക്രമക്കേടാണ് എന്നതടക്കം നിർണായകമായ പരാമർശങ്ങൾ കൂടി സുപ്രീം കോടതി ഈ ഹർജി തള്ളിക്കൊണ്ട് നടത്തിയിരിക്കുകയാണ്. ശങ്കർദാസിന് മുൻകൂർ ജാമ്യം വേണമെങ്കിൽ അതിനെ ബന്ധപ്പെട്ട കോടതിയെ സമീപിക്കാം എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട്. അതേസമയം തന്നെ ഈ പരാമർശങ്ങൾ നീക്കുക എന്നത് സാധ്യമല്ല എന്നതിന് സാധൂകരിച്ചുകൊണ്ട് കോടതി പറയുന്നത് മുൻ അംഗം, ഈ ക്രമക്കേട് നടക്കുന്ന സമയത്തെ, ഈ വലിയൊരു ക്രമക്കേട് നടക്കുന്ന സമയത്തെ അംഗം എന്നുള്ള നിലയിൽ ശങ്കർദാസിന് ഇക്കാര്യത്തിൽ പങ്കുണ്ട്, ഉത്തരവാദിത്തമുണ്ട് എന്ന് കോടതി പറയുന്നു. പ്രായത്തിന്റെ കാര്യത്തിൽ മാത്രമാണ് ശങ്കർദാസിനോട് ഒരു അനുകമ്പയുള്ളത് എന്നതാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ പോലും ഈ പരാമർശം നീക്കുക എന്ന ശങ്കർദാസിന്റെ ആവശ്യം കോടതി അംഗീകരിച്ചില്ല. ആ ആവശ്യം കോടതി അനുവദിച്ചില്ല. ആ ഹർജി തള്ളിക്കൊണ്ടാണ് കോടതി ഈ നിർണായകമായ പരാമർശം നടത്തിയിരിക്കുന്നത്. അതായത് ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് നമുക്കറിയാം, ഏറെ നാളായി വാർത്തകളിലുണ്ട്. അത് വലിയ രാജ്യമൊട്ടാകെ തന്നെ ചർച്ചയായിരിക്കുന്ന ഘട്ടമാണ്. ആ ഒരു ഘട്ടത്തിൽ കൂടിയാണ് സുപ്രീം കോടതിയിൽ നിന്നുകൂടി ശബരിമല സ്വർണ്ണക്കൊള്ള കേസ് വലിയൊരു ക്രമക്കേടാണ് എന്ന നിരീക്ഷണം ഉണ്ടായിരിക്കുന്നത്.